ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കിച്ചൺ റീസെറ്റ് അല്ലെങ്കിൽ കിച്ചൺ ചെറിയൊരു മേക്ക് ഓവർ, അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഏരിയയും നമുക്കൊരു റീസെറ്റ് ചെയ്യാം. ചെറുതായിട്ടൊരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ഫുഡും ഒക്കെ ആയിട്ട് ഉള്ളൊരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ വളരെ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ നിങ്ങളെല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കുറേ നാളായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ നോമ്പിൻ്റെയും മുൻപ് ഉണ്ടാക്കിയതാണ് ബിരിയാണി. സ്പെഷ്യൽ റൈസുകളും മന്തിയും അങ്ങനെയൊക്കെ ഗീ റൈസ് അങ്ങനെയൊക്കെ കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഒരു കൊതിയിട്ടാണ്. നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ദം ബിരിയാണി ഉണ്ട്, അപ്പോൾ അത് കഴിക്കാനുള്ളൊരു ഭയങ്കര കൊതി ഒരാഴ്ചയായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോയതാണ് കേട്ടോ. ചൂടൊക്കെ അല്ലേ, അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ആഗ്രഹം അടക്കാനാവാതെ ഇന്ന് നമ്മൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ നാളായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും ബിരിയാണി കഴിക്കാൻ ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ബിരിയാണി അങ്ങനെ കഴിച്ചിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. പുറത്തുനിന്ന് കല്യാണങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, വേറെയുള്ള വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ബിരിയാണി ഉണ്ടല്ലോ, അത് കഴിക്കാൻ എനിക്ക് ഇടയ്ക്കൊന്നൊരു കൊതി വരും കേട്ടോ. ആ ഒരു ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ടില്ലേ, നമുക്ക് ഒരുപാട് പേർക്ക് ഇതറിയാം, ഒരുപാട് പേര് ഇത് ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ നമുക്ക് പുതിയ വ്യൂസ് ഒരുപാടുണ്ട്. നമുക്ക് നോമ്പും ഒക്കെ ആയ ഒരു സമയത്ത് കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതൊരു പുതിയ ബിരിയാണി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്ക്. ജസ്റ്റ് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടേ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചത്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന മസാല. കുറച്ച് കറിവേപ്പില, ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം മതി. നമുക്കൊരു 3.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഒരു 1/2 കപ്പ് അളവേ 1 കിലോയിലേക്ക് കുറവുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളി, തക്കാളി, ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തക്കാളിയും ഒരു ചെറിയ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു 8 പച്ചമുളക്, ഒരു 3/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തു. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട, ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു. 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടെ ഇട്ട് വെച്ചിട്ട് എടുത്തതാണ് നമ്മൾ ഈ ഉള്ളി തക്കാളി മസാല കേട്ടോ. അതിപ്പോൾ നമ്മൾ ആ ഒരു മസാല മിക്സിയിൽ ഗരം മസാലക്ക് ഇട്ട് കൊടുത്തില്ല, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1-2 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷമാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട്, മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണ്ടേ, വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തു. ഈ ബീഫിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. റൈസ് നമ്മൾ അതിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, ബാക്കി നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ മസാലയിലേക്ക് കുറച്ചുകൂടെ വെള്ളം വേണമായിരുന്നു. കാരണം ഞാൻ ബീഫ് കുറച്ച് സമയം വെന്തതാണ്, പക്ഷെ കുറച്ച് സമയം അതിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാ. കുറച്ച് സമയം അതിലൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കൂട്ടാ. നല്ലൊരു മസാല ആയിട്ട് കിട്ടും. ഇത് ഉണ്ടാവും, എല്ലാം നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം വേണം കേട്ടോ, ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്. ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മസാല നല്ല അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പും ചെറിയൊരു മധുരിപ്പ് അതിങ്ങനെ കയറി നിൽക്കരുത്. ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ളൊരു മധുരേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ ആ ഒരു പഞ്ചസാര നിങ്ങൾ ചെറിയൊരളവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊരു നല്ലൊരു ടേസ്റ്റ് മേക്കർ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. പുളിയൊന്നും മുന്നിലേക്ക് നിൽക്കരുത്, അത് ശ്രദ്ധിക്കണേ. ഒരുപാട് മല്ലിയിലയും പുതിനയിലയും ഒന്നും വേണ്ട. ഒരു പിടി, എൻ്റെ ഒരു കയ്യിന് ഒരു പിടിയാണ് ഞാൻ മല്ലിയില 2ഉം കൂടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ മസാല സെറ്റായിട്ടുണ്ട്. ഞാൻ റൈസ് അടുപ്പത്ത് വെച്ചു. ഇനി അത് ഹെയറൊക്കെ ഒന്ന് പോട്ടെ. അപ്പോഴത്തേക്ക് ഞാനൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാലഡ് മസ്റ്റാട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പഴുത്ത മാങ്ങ, സവാള, പിന്നെ നമ്മളെ കസ്സില്ലേ സാലഡ് ലീഫ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങയില്ലേ ഒരു കഷ്ണം പച്ചമാങ്ങ, ഞാൻ ലെമൺ ഇതിലേക്ക് ഒഴിക്കുന്നില്ല, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം പച്ചമാങ്ങ. ഇപ്പോൾ നമുക്ക് മാങ്ങയാണല്ലോ സീസൺ, അപ്പോൾ അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് കേട്ടോ അത്. അതിങ്ങനെ ചെറിയ ഗ്രേറ്ററിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ.
പിന്നെ ആദ്യം ഞാൻ എന്താ ചേർത്ത് കൊടുത്തത്, നിങ്ങൾ കണ്ടല്ലോ വെജിറ്റബിൾസ് ഞാൻ എന്തെല്ലാം എടുത്തിട്ടുള്ളതെന്ന്. അതൊക്കെ കൂടെ ഇട്ട് നിങ്ങൾക്ക് കക്കരി വേണമെങ്കിൽ കക്കരി ഇടാം, എന്താണോ നിങ്ങൾ കയ്യിലുള്ളത് അത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി പൗഡർ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചാട്ട് മസാലയാട്ടോ ചേർത്ത് കൊടുത്തത് ഞാൻ. ഇത് ഫ്രൂട്ട്സും വെജിറ്റബിളും മിക്സ് ആയിട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, കുറച്ച് പെപ്പറും, ഞാനിപ്പോൾ പെപ്പർ ചേർത്ത് കൊടുക്കാത്തത് ചൂടല്ലേ, അപ്പോൾ നമ്മൾ പെപ്പർ കുറച്ച് കുറക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് കുറച്ച് പേരിന് ചേർത്ത് കൊടുത്തു, ഉപ്പ് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കുക. പിന്നെ ചാട്ട് മസാല ചേർത്ത് കൊടുത്താൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഒനിയൻ പൗഡർ പോലും ഗാർലിക് പൗഡർ പോലും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് തന്നെയാണ് കേട്ടോ. ചെയ്ത് നോക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടതും 1 പച്ചമുളകൊക്കെ മതി. ഉപ്പ്, ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുത്തോ. ഞാനെല്ലാം മിക്സാക്കി, ടേസ്റ്റൊക്കെ ഓക്കെയാണ്. പക്ഷേ കളറിലൊരു കുറവുണ്ടായി, ഒരു കളർഫുള്ളല്ല. അപ്പോൾ കുറച്ച് നമ്മൾ സാലഡ് തക്കാളിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, നമുക്ക് ഓവർ പുളിയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഒലിവ് ഓയിലില്ല അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഹെൽത്തിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. നമ്മളെ സാലഡ് റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ സൈഡായിട്ടൊരു വെജും ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊരു, എന്താണ് നമ്മളെ കയ്യിലുള്ളത്, ഉള്ളിയും തക്കാളിയാണെങ്കിൽ അത് മാത്രം മതി കേട്ടോ. ചേർത്തിട്ടൊരു സാലഡ് എന്തായാലും കഴിക്കാൻ മറന്നു പോകണ്ട കേട്ടോ. ദഹനവും കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കാൻ അത് നല്ലതാണേ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് റൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ, കോമൺ ഗീ റൈസാണ്. അതിലേക്ക് നമ്മൾ ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുക്കാത്ത, ഒരുപാട് കളർ വേണ്ട കേട്ടോ ബിരിയാണിയിലേക്ക്. ഒരു സ്റ്റാൻഡേർഡ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറേ അവിടെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് പാലിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കലക്കിയെടുത്തു, അതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതൊന്നും കൂടെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഒനിയൻ, കാഷ്യൂനട്ട്, കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ പാനൊന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, അതിന് ശേഷം നമുക്ക് ബിരിയാണിയിലേക്ക് പോകാം കേട്ടോ. ഇത് ഞാൻ ഒരു 2-3 ഷോപ്പിൽ നിന്നായിട്ടുള്ള നമുക്ക് ഷോപ്പിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചത്. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണും ചെറുതായിട്ട് കേട്ടോ, കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഏരിയയും കൂടെ ഒന്ന് ചെയ്തണം. ഞാൻ ആ വീഡിയോ ചെറുതായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. നമ്മൾ താമരശ്ശേരി പോയ സമയത്ത്, താമരശ്ശേരി നിന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് താമരശ്ശേരി കാരാടി എന്ന് പറഞ്ഞ അവിടെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് എടുത്തിട്ടുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് വരുന്നൊരു ഷോപ്പ്, ഞാൻ ഈ ഷോപ്പിൻ്റെ പേര് മറന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. നെക്സ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നൊരു ഷോപ്പാണ് കേട്ടോ അത്. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. റൗണ്ട് താമരശ്ശേരി ആട്ടോ വരുന്നത്. റൗണ്ട് വുഡൻ കട്ടിംഗ് ബോർഡ് കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ചില ഷോപ്പിലൊക്കെ അതുണ്ട് കേട്ടോ. 900, 800, 1000 സംതിങ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് ഞാൻ അന്വേഷിച്ച് നടക്കുന്നൊരു സാധനമാണ് കേട്ടോ. ഇതെന്തായാലും ഒരു സെറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഞാനിത് എന്താ പറയുക, സൗദിയിൽ പോയ സമയത്ത് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സെറ്റും കൂടെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു സെറ്റും കൂടെ അത് എടുത്താൽ മതിയായിരുന്നു എന്നുണ്ട്. കാരണം എനിക്ക് ആ ഒരു രീതിയിലുള്ള ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഈ വീഡിയോ എടുക്കേണ്ട പർപ്പസും അതുപോലെ തന്നെ അതിങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്രോക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഗ്ലാസ് ഐറ്റംസ്, നമ്മളെ പുഡിങ് ട്രേസ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ആ വുഡൻ ട്രേ ഇല്ലേ, അത് നല്ല ഒരു സെറ്റ് ഞാൻ എവിടെ കണ്ടാലും വാങ്ങണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അതെൻ്റെ കണ്ണിൽപ്പെട്ടു കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാനൊരു സെറ്റ് എടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതാ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഒരു സെക്ഷൻ ഇങ്ങനെ കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ആയിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവിടെ ഉള്ളവർ വേറെ അവിടെ എന്തെങ്കിലും വന്നിട്ടൊന്നും നമ്മൾ പോകില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് കറങ്ങാനൊക്കെ ടൂറായിട്ടൊക്കെ വരുന്നവർ താമരശ്ശേരിയിൽ ഈ ഷോപ്പിൽ കയറി നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ ഉള്ളവർക്കും കയറി നോക്കാം. പിന്നെ ഇതാ ഈ ലോണ്ട്രി ഒരു സംഭവമല്ലേ, ബാസ്ക്കറ്റ്, അതിൽ നമുക്ക് കുട്ടികളെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. നമ്മുടെ ക്ലോത്ത്, എന്താ പറയുക, വാഷ് ചെയ്തിട്ടുള്ള ക്ലോത്ത്, വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്, അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
സൂപ്പറായിട്ടുണ്ട്. കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിട്ടുണ്ട് അതിനെ. പിന്നെ ഇത് ആ ഒരു ഗ്ലാസിൻ്റെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടമായതെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അതവിടെ പെൻഡിങ് വെച്ചു. ഇത് പിന്നെ നമ്മൾ കോഴിക്കോട് പന്തീരങ്കാവ് ആ, എന്താ പറയുക ഷോപ്പിൻ്റെ പേര്, ആ എലോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ, ഒരു ഷോപ്പാണ് കേട്ടോ. പന്തീരങ്കാവ് നമ്മുടെ സ്റ്റോറീസൊക്കെ വരുന്നില്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇതും വരുന്നത്. ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് വേറെയുള്ള ഞാൻ ഓരോരോ ഷോപ്പ് എടുത്ത് പറയുന്നില്ല, വേറെയുള്ള ഷോപ്പുകളിൽ ഞാൻ കാണുന്ന ക്രോക്കറി ഐറ്റംസിനേക്കാളും കുറച്ച് സാധനങ്ങളൊക്കെ, ഒരുപാട് സാധനമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് നല്ല റേറ്റ് വ്യത്യാസമുള്ളത് പോലെ തോന്നിയിട്ട് നമുക്ക് ഈ ഒരു റേറ്റ് ഉണ്ട്, പക്ഷേ ഈ ഒരു റേറ്റിന് വാങ്ങിയ ഇത് കുഴപ്പമില്ല, ഇതിന് ഈ റേറ്റിന് ഇത് നല്ലതാ, അങ്ങനെ തോന്നൂലേ, അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ചധികം ഐറ്റംസാണ് ഞാനിവിടുന്ന് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എനിക്കിഷ്ടമുള്ള 1-2 ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ്. അവർ എലോറിയ എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, ചെക്ക് ചെയ്ത് കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അങ്ങനെ വാങ്ങാം. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ ഷോപ്പ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് നോക്കി നോക്കാം. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഷോ പീസാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. അതിൻ്റെയൊക്കെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാനൊരു ഒരു പരസ്യത്തിൻ്റെ ഒരു ഇതിൽ പറയുന്നതേ അല്ല. ഞാൻ അധികം ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള ഷോപ്പിൽ പോവും, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളത് പിന്നീട് ചോദിക്കും, അതുകൊണ്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. അതാണ് അവരുടെ ഷോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അങ്ങനെ നോക്കിക്കോ. ഇനി ഞാൻ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ. ആദ്യം തന്നെ ഞാൻ ആ വുഡൻ ട്രേ അല്ലേ നമ്മൾ ആ ഒരു നെക്സ്റ്റിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് വാങ്ങിച്ചിട്ടുള്ള, അപ്പോൾ അവിടെ നെക്സ്റ്റിലും നമ്മൾക്ക് നെക്സ്റ്റാന്ന് തോന്നുന്നു, അതെ താമരശ്ശേരി, അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, ക്ലിയർ ആക്കുക കേട്ടോ ഒന്ന്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരാം അതിലേക്ക്. അപ്പോൾ ഇതാ ഇതിൻ്റെ കൂടെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്, നല്ല സോഫ്റ്റ് ഒരു ടവലും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് വിചാരിച്ചു അത് അവർ ഫ്രീ ആയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അല്ല കേട്ടോ, റഫീക്ക വാങ്ങിയതാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ചോദിച്ച സമയത്തെ. ഞാനിപ്പോൾ ഈ കവറിൽ നിന്ന് എടുത്ത സമയത്താട്ടോ അത് കണ്ടത്, അതാണ് ഞാനത് കാണിച്ചു തന്നത്. 109 106 അങ്ങനെ എന്താ അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ നല്ലതാട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സംഭവം. റഫീക്ക് കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ, കാറൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു സംഭവമാട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇത് എന്താ പറയുക പക്കാ വുഡ്, അങ്ങനെ വുഡിൻ്റെ കട്ടിയും കനവും ഒന്നും അല്ല ഉള്ളത്. നമുക്ക് ഇങ്ങനെ ഷോ പീസായിട്ട് യൂസ് ചെയ്യുക, അതാണ് കേട്ടോ ഇതിൻ്റെ പർപ്പസ് വരുന്നത്. ഇങ്ങനെ കാണാൻ നല്ല അടിപൊളിയാണ് അതന്നെ. പക്ഷേ നമ്മൾ കട്ടിങ് ബോർഡൊന്നും പോലെ ഫുൾ വുഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ഈ ഒരു റേറ്റിന് ഞാൻ റേറ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്കി ചെയ്താൽ നിങ്ങൾക്ക് റേറ്റ് കാണാൻ പറ്റും കേട്ടോ. കാണാത്തത് 600 സംതിങ് അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റിനും എനിക്കിത് വർത്തായിട്ട് തോന്നിയിട്ടാ. 3 ട്രേ ഉണ്ടല്ലോ, 610 രൂപ കേട്ടോ. കുറേ പേര് റേറ്റ് ചോദിക്കലുണ്ട്, അതുകൊണ്ടാട്ടോ റേറ്റ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാ ഒരേപോലെ എന്ന് പറയാൻ പറ്റില്ല, കാണാൻ ഒരേപോലെ, പക്ഷെ ഒരേ സൈസ്, വേറെ വേറെ സൈസ് കിട്ടാം. അങ്ങനെ ഞാൻ അതൊക്കെ എന്താ പറയുക, നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനും നല്ലതാണ് ടേബിളിലൊക്കെ വെക്കുമ്പോൾ. അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഈ ഐറ്റംസിലൊക്കെ ഒരുപാട് ഐറ്റംസും ഞാൻ ആ ഒരു രീതിയിൽ വാങ്ങുന്നതാണ്. പിന്നെ ഇതാ ഈ ഒരു ബാസ്ക്കറ്റ്, ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് ഞാൻ കുറേ ആയിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഒരു നല്ല രസമുള്ള, എനിക്ക് ഇഷ്ടമുള്ള ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൈ പിടിക്കുന്ന അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ അല്ലാത്തത് അവരുടെ അടുത്ത് ഇല്ല കേട്ടോ, വരാനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വാങ്ങിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 520 കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, ഇങ്ങനെ ഒരു ലോക്കൽ ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ. പിന്നെ ഇത് അതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഫ്ലവേഴ്സിന് ഓരോന്നിനാണ് കേട്ടോ റേറ്റ് വരുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. 100 സംതിങ് ഒക്കെയാണ്, 120 130 അങ്ങനെയൊക്കെയാണ് ഓരോ ഫ്ലവേഴ്സിനാണ്, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊരു 4-5 ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെക്കുന്ന സമയത്ത് അത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം.
പിന്നെ ഇതാ ഒരു 2 ക്യാൻഡിൽ ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ക്യാൻഡിൽ കത്തിച്ച് വെക്കുകയല്ല ചെയ്യുക. പക്ഷെ അതിന് പകരം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ ഇത് വെച്ചാൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. ഇത് ബാറ്ററിക്കാണ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം. ലൈറ്റൊക്കെ കത്തിക്കുമ്പോൾ നല്ല രസമാണ്. ഞാനിപ്പോൾ ബാറ്ററി ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതാ ഇതുപോലെ നല്ല രസമല്ലേ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര റേറ്റും വരുന്നില്ല. റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിനേക്കാളും വലുതും ഉണ്ട്, പിന്നെ ഈ സൈസ് വരുന്നത്, പിന്നെ ഇതിൻ്റെ ചെറുത്, ഇങ്ങനെയാണ് കേട്ടോ സൈസ് വരുന്നത്. അത് 3 വെച്ചാലും 2 വെച്ചാലും 1 വെച്ചാലും ഒക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഈ ഒരു റേറ്റിന് വലിയ പ്രശ്നമില്ല എന്ന് തോന്നിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഈ ക്യാൻഡിൽ കത്തിക്കുക അത് ഓഫാക്കുക അങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പോൾ വീഡിയോൻ്റെ പർപ്പസിനൊക്കെ ഇത് കുറച്ചുകൂടെ നന്നാവുമെന്ന് തോന്നി. നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം, കിച്ചണിൽ വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കണ്ടു നോക്കാം. എന്നിട്ട് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് 500 സംതിങ് റേറ്റ് വരുന്നത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഈ ഒരു റേറ്റിന് ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടാണ്. കാര്യം നമ്മൾ ചില ഷോപ്പിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടപ്പോൾ പിന്നീട് നമ്മൾ ചെല്ലുന്ന സമയത്തില്ലേ, ഇപ്പോൾ ഒരു പെരുന്നാൾ വരുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെയാണല്ലോ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ആ ഒരു സമയത്തൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഭയങ്കര റേറ്റും കാര്യങ്ങളായിരിക്കും നമ്മൾ ആവശ്യങ്ങൾക്ക് ചെല്ലുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ വാങ്ങാത്തൊരു തരം പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പക്ഷേ ഇതിന് ഭയങ്കര ഒറിജിനാലിറ്റി തോന്നി. ഒരു മണി പ്ലാന്റ് ആ ഒരു ഇതിലാട്ടോ അത് വരുന്നത്. 599 രൂപയാണ്. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഞാൻ ഇങ്ങനത്തത് വാങ്ങാറേ ഇല്ല. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പോട്ട് ഇതിന് 80 രൂപയായിട്ട് വരുന്നത്. പ്ലാസ്റ്റിക്കാണ്. ഇങ്ങനത്തെ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഇത് നമുക്ക് പ്ലാസ്റ്റിക് ഫീൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിലെന്തെങ്കിലും പ്ലാന്റും കാര്യങ്ങളും വെച്ച് ആ മുകൾ ഭാഗം അങ്ങ് കവർ ചെയ്ത് പോകുന്ന സമയത്തില്ല. ഇതല്ല അടുത്ത് ഞാൻ വെറുതെ വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. വെക്കുന്ന സമയത്ത് അത് നല്ല ഒറിജിനാലിറ്റി, ഒരു സെറാമിക് ഫീൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അത് വെക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതൊരു ക്യാൻഡിൽ സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മെഴുകുതിരിയൊക്കെ നീളത്തിലുള്ള മെഴുകുതിരില്ല, സാധാ മെഴുകുതിരി, അതൊക്കെ കത്തിച്ച് വെക്കുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു റേറ്റിന് കണ്ടപ്പോൾ എൻ്റെ ടേബിളിൻ്റെ മുകളിലും അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ഞാൻ ഗോൾഡൻ തീമിൽ ചെയ്യലുണ്ടല്ലോ, ആ ഒരു സമയത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ആ ഷോപ്പിൻ്റെ പേര് നെക്സ്റ്റോ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റോൻ്റെ ഓപ്പോസിറ്റ് വരുന്നിടത്തു നിന്നാണ് നമ്മൾ ആ വുഡൻ ട്രൈകൾ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ആ വീഡിയോയിൽ ഫസ്റ്റിൽ കാണിച്ചത് കേട്ടോ, ലോണ്ടറി ബാസ്ക്കറ്റൊക്കെ കാണിച്ചിട്ടുള്ള. നെക്സ്റ്റോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. 1-2 കാര്യങ്ങളാണ് അവിടെ ഉള്ളതില്ലേ. ബെഡ്ഷീറ്റ്, ബെഡ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഇൻറ്റീരിയൽ സംഭവങ്ങളൊക്കെ അവർ വന്ന് സെറ്റ് ചെയ്ത് തരിക. താമരശ്ശേരി ആയിട്ടുള്ളത്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അവിടുന്ന് 1-2 ഐറ്റംസ് വാങ്ങിച്ചു. അതിൽ 1 കേട്ടോ. ഇത് സെറാമിക് അല്ല, പ്ലാസ്റ്റിക്കാണ്. പക്ഷെ നല്ല സെറാമിക് ഫീൽ ഉണ്ട് കേട്ടോ. 300 രൂപ ഇതിന് വരുന്നുള്ളൂ. ഇതിങ്ങനെ കാണുന്ന പോലെയല്ല. ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ എന്തെങ്കിലും ഫ്ലവർ കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. നല്ല സെറാമിക് ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലുതുമാണ് കേട്ടോ അത്. പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതും. നിങ്ങളത് ബ്രാസ്, നമ്മളെ ചെമ്പ് അതല്ല കേട്ടോ. ഇത് സെറാമിക്കാണ് വരുന്നത്. പക്ഷേ ഈ ഒരു കളറിലാണ്, ആ ഒരു ഗോൾഡൻ ആ ഒരു കളറിലാണ് വരുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത് അവിടെ അവർ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ അവർ അവിടെ ഷോ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മളിങ്ങോട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിനും റേറ്റ് 500-600 അങ്ങനെ എന്തോ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതടക്കം തന്നെ അങ്ങ് വാങ്ങിയെടുത്തു. നല്ല രസമുണ്ട് കാണാൻ. എനിക്കിത് വെക്കാൻ ഇഷ്ടം നമ്മുടെ സെറ്റീൻ്റെ അവിടെ അല്ലേ, ടീ പോയിൻ്റെ മുകളിലായിരുന്നു. പക്ഷേ എൻ്റെ സെറ്റി കുറച്ച് പഴയ സെറ്റിയാണ് കേട്ടോ. അപ്പം ഞാനത് മാറ്റണം ഇൻഷാല്ലാ മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ അത് മാറ്റുന്ന സമയത്ത് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കൂട്ടോ അത്. അപ്പോൾ അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സെറാമിക്കാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അടുത്തത് ഈ ഒരു ഫ്രൂട്ട്സ് ബൗളായിട്ടാണ് ഞാൻ വാങ്ങിയത്. അത് അങ്ങനെ കണ്ടിട്ടാ. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് വെക്കാൻ, പിന്നെ എന്താ പറയുക, പ്ലാന്റ് വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ ഇടയ്ക്ക് മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറാമിക് ബൗള് ആ ഒരു രീതിയിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകിയിട്ടും കൂടെ എടുക്കണം. ഇതിൻ്റെയും റേറ്റ് ഈ ഒരു റേറ്റിന് 690 കേട്ടോ. ഈ ഒരു റേറ്റിന്
നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ. നല്ല കനമുണ്ട് കേട്ടോ, നമുക്കിങ്ങനെ എടുത്താൽ ഇങ്ങനെ ഭയങ്കര വെയിറ്റാണ്, നല്ലതുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. പിന്നെ സെറാമിക്കാണ്, ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിലുള്ള എന്താ പറയുക, ആ ഒരു ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്ന അത് കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ. ആ ഒരു ഓഫ് വൈറ്റ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് ഞാൻ ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എപ്പോഴെങ്കിലും ലിങ്ക് കാണുന്ന സമയത്ത് ഞാൻ എന്തായാലും ലിങ്ക് തരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിൽ ഈ ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊരു മാറ്റം വരുത്താം. അങ്ങനെ എല്ലായിടത്തൊന്നും കേട്ടോ, എല്ലാ സാധനമൊക്കെ എടുത്ത് മാറ്റുന്നൊന്നുമില്ല. പിന്നെ ആ ഒരു ഏരിയയിലും മാറ്റം വരുത്താം. പിന്നെ ഇതാ ഇവിടെ ഇവിടെ നമുക്ക് 1-2 സാധനങ്ങൾ മാറ്റാനുണ്ട്. ഒന്ന് ഇതാ നമ്മൾ ഈ ഒരു ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ഒരു 3 ടയർ സ്റ്റാൻഡ്. അപ്പം എൻ്റെ സ്വിച്ച് ബോർഡിൽ ഒരു സ്വിച്ച് കാണാനുണ്ടാവില്ല കേട്ടോ, അത് കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ കൊടുത്തതാണ്. പിന്നെ ഇതാ ആ ഫ്രൂട്ട്സ് ബോളാണ് ഞാൻ ഒന്ന് ചേഞ്ച് ആക്കണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതാ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊന്ന് നോക്കാം. ഈ ഒരു സംഭവമല്ലേ നമ്മുടെ ഉപ്പ് അതുപോലെ തന്നെ പെപ്പറൊക്കെ ഇട്ട് വെക്കുന്നത്, അപ്പം അത് ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. അതെനിക്ക് ഇപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് എനിക്കത് വെക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വെക്കേണ്ടത് സ്റ്റൗവിൻ്റെ നേരെ അടുത്താണ് കേട്ടോ. ടീ ഷുഗർ പോട്ട് അതും അതുപോലെ തന്നെ ഇതും വെക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കിത് സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കുമ്പോൾ ഒരു നല്ലൊരു ലുക്ക് എനിക്ക് തോന്നില്ല കേട്ടോ. അപ്പം ഞാനതവിടെ വെച്ച് നോക്കി, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഇഷ്ടത്തിനാണ്, നമുക്ക് എളുപ്പത്തിന് എന്നുള്ളതിനേക്കാളും നമുക്ക് കിച്ചൺ കാണുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കുക എന്നുള്ളതല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ നോക്കാറ്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ട്രേയിലുള്ള സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കാം. അപ്പോൾ 1-2 സാധനങ്ങൾ ഞാൻ എടുത്ത് മാറ്റി. ഇത് രണ്ടും ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. ഇവിടെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ, ഇത് ഓൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലാണ് ആ ഒരു ഏരിയക്ക് തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു പോട്ട് പ്യൂരി ഒരു ഡ്രൈ ഫ്ലവർ ഇല്ലേ, അത് ഞാൻ ആ സെറാമിക്കിൻ്റെ ആ ഒരു ട്രയലിൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം സെറ്റ്. ഇനി നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റും നമ്മളെ ഫ്ലവർ ബാസ്ക്കറ്റും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഫ്ലവറും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നത്. അപ്പം നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ചേരുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒരു പോട്ടിലേക്ക് ചേരുന്നത് നമ്മളെ രീതിയിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ? എനിക്ക് ആ ബാസ്ക്കറ്റും ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് അതിലേക്ക് മൊത്തത്തിൽ വന്നപ്പോൾ ഞാനിതുവരെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വേഗം എടുത്തിട്ട് പോന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. വീഡിയോ എടുക്കുമ്പോഴല്ലേ നമ്മളത് വലിച്ചു വാരി പുറത്തേക്ക് ഇടുകയുള്ളൂ. അപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഈ ഒരു ഭാഗത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങളിപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ കിച്ചൺ ഞാൻ റെഡിയാക്കി വെക്കുന്നത് എപ്പോഴും വീഡിയോ എടുക്കുന്ന ആ ഒരു കാര്യങ്ങളും കൂടെ കണ്ടിട്ടാണ് കേട്ടോ. വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവില്ല ആ ഒരു ഏരിയ കാണുമ്പോൾ. അങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമ്മളെ ക്യാൻഡിൽ ലൈറ്റും കൂടെ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ആ ഒരു ഭാഗം. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ നോമ്പിൻ്റെ ആ ഒരു സമയത്തായിരുന്നു കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ട് 1-2 കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മാറ്റം വരുത്തിയതാണ് കേട്ടോ, ഒന്ന് റീസെറ്റ് ചെയ്തതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റി. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കുന്ന സമയത്ത് അതെടുത്താൽ മതിയല്ലോ. അങ്ങനെ അതുപോലെ നമ്മളെ ഫ്രൂട്ട്സ് ബൗൾ, ഞാൻ ആദ്യം യൂസ് ചെയ്ത ഫ്രൂട്ട്സ് ബൗൾ ഇതാണ്. പിന്നെ ഞാൻ ഇതിലേക്കൊന്ന് റെഡിയാക്കിയിട്ട് വെക്കട്ടെ കേട്ടോ. ഞാനത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാനത് അതിലേക്ക് എടുത്ത് വെക്കുന്നത്. നന്നായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, നന്നായിട്ട് ഇതിൽ കൊള്ളുന്നുണ്ട്. മറ്റേതിൽ ഇത്രയും കൊള്ളൂല കേട്ടോ. കുറച്ച് ഇടുമ്പോൾ തന്നെ 1 കിലോ മാങ്ങയൊക്കെ വെക്കുമ്പോൾ തന്നെ നിറഞ്ഞു നിൽക്കും. പക്ഷേ ഇതിലങ്ങനെയല്ല കേട്ടോ, ഇതിൽ നല്ലോണം കൊള്ളുന്നുണ്ട്. എത്ര ഇട്ടിട്ടും അതിങ്ങനെ ഫില്ലാവുന്നില്ല. നമുക്ക് മുകളിലേക്ക് വെക്കുകയും ചെയ്യാം. ഇങ്ങനെ വൈഡായതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല കനമുണ്ട് കേട്ടോ ഇത് പിടിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ? ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് നല്ല രസമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, എനിക്ക് ഈ ഒരു ബൗൾ മാറ്റുമ്പോൾ വല്ലാത്തൊരു വിഷമം കേട്ടോ. എനിക്കത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണത്. അതിനെനിക്ക് റേറ്റ് 1100 രൂപ അതിന് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ മുന്നേ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ അതിൻ്റെ പകുതി റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഉള്ളൂ അല്ലേ.
പിന്നെ ആ ഒരു മണി പ്ലാന്റിൻ്റെ സംഭവം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇനി ഈ ഒരു കോർണറും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇവിടെയും ഞാൻ വീഡിയോ എടുക്കുന്നൊരു ഏരിയ ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവിടെ ഞാൻ ആ സെറാമിക്സ് നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന സെറാമിക് ജാറുകൾ അതിലേക്ക് എടുത്തു വെച്ചു. ഇനി ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുന്നൊരു ആ ഒരു മോൾഡ് അതും കൂടെ വെക്കണം ഇതിലേക്ക്. എന്നിട്ടൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ചിലപ്പം ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റിയാലോ അത് ഇങ്ങോട്ടേക്ക് മാറ്റിയാലോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ചില സമയത്ത് ഒരു മൂഡിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാറുണ്ട്. നിങ്ങൾ ഈ കണ്ട ഈ ഒരു രൂപത്തിൽ തന്നെ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ ഇതിനനുസരിച്ച് എപ്പോഴാണ് എങ്ങനെയാണോ മാറ്റാൻ തോന്നുന്നത് അതിനനുസരിച്ച് അങ്ങോട്ടൊക്കെ മാറ്റം വരുത്താറുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ ആ ഒരു ട്രേ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അവിടെ ആ വുഡൻ ഏരിയ ആകുമ്പോൾ അവർ വേണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് ഇരുന്നോളും. എനിക്ക് അവിടെ ഒരു സെറ്റായിട്ട് തോന്നി കേട്ടോ, നല്ലതായിട്ട് തോന്നി, കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഓരോ ഏരിയ നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ തവണ വെക്കുമ്പോഴും അത് കണ്ണിനിങ്ങനെ സെറ്റായിട്ട് വരുമല്ലോ. പിന്നെ മാറ്റുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇതന്നെയായിരുന്നു ഭംഗി, ഇതാണ് ഭംഗി എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മളത് കണ്ട് നമുക്കത് കണ്ണിന് അതായിരിക്കുമല്ലോ ഒരു ഭംഗി. പിന്നെ അതിലേക്ക് സെറ്റായിട്ട് വരുമ്പോൾ പിന്നെ ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് തുടങ്ങും കേട്ടോ. നല്ല രസമല്ല ആ ഒരു ഗ്രീൻ പ്ലാന്റ് അവിടെ വരുമ്പോൾ, ആ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. പിന്നെ നമ്മളെ അതായത് ഫ്ലവർ ബാസ്ക്കറ്റ് പിന്നെ പറയുകയും വേണ്ട, നല്ലതായിട്ടുണ്ട്. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിച്ചണിൽ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ ചെറിയൊരു ട്രേ എടുത്തിട്ട് നമ്മുടെ ടീ ഷുഗർ പോട്ടും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ടീ ഷുഗർ പോട്ടില്ലേ, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ തരാത്തത്. ഇതിൽ ചിലർ പറയും ഇതിലേക്ക് ഉറുമ്പെല്ലാം കയറൂലേന്ന്, പക്ഷേ ഇല്ല കേട്ടോ. അതിൽ വാഷർ വരുന്നുണ്ട്, നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഉറുമ്പും ഞാൻ പഞ്ചസാരയൊക്കെ സ്ഥിരമായിട്ട് ഇട്ട് വെക്കുന്നതാ. ഉറുമ്പോ പ്രാണികളോ ഒന്നും കയറൂല കേട്ടോ, സെറ്റാണ്. അപ്പോൾ ലിങ്ക് കിട്ടുന്ന സമയത്ത് ഞാൻ തരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു രീതിയിലൊന്ന് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രേയും ആ ഒരു ഗ്രീൻ ലീഫും തമ്മിൽ നല്ലൊരു ലിങ്ക് വരുന്നില്ലേ, എനിക്കങ്ങനെ തോന്നിയിട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരു ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയണേ. നിങ്ങൾക്ക് പറയണമെന്നല്ല, നിങ്ങൾ പറയണം. അപ്പോൾ ഇനി നമ്മൾ ടേബിൾ ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ റമദാനിന് മുമ്പ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ചെറിയൊരു മാറ്റം കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ മാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇത് സെറ്റാക്കുന്ന സമയത്ത് ഇനി എല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു ഗോൾഡൻ ട്രേയിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് പോട്ടില്ലേ അത് വെച്ച് കൊടുത്തു. അതിൽ സെയിം ഫ്ലവർ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതിലേക്ക് അതൊരു മാച്ചായിട്ട് തോന്നി. ഞാൻ വേറൊരു ഗോൾഡൻ ഇതുപോലത്തെ ഒരു എന്താ പറയുക ഒരു പോട്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനത് ഇപ്പോൾ വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് വീണ്ടും ചേഞ്ച് ആക്കേണ്ടി വരും, അങ്ങനെ തോന്നും. അപ്പോൾ ആ ഒരു സമയത്ത് അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അത് നല്ല രസമുണ്ട് അതും കാണാൻ. ഇപ്പോൾ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ ഒരു വൈറ്റ് ഇതിലേക്ക് അത് നന്നായിട്ട് ആ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ. ഇനി നമ്മൾ ഈ ഒരു എന്താ പറയുക ക്യാൻഡിൽ സ്റ്റാൻഡില്ലേ അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ നമുക്ക് എവിടെയും വെക്കാൻ പറ്റും കേട്ടോ. എവിടെയും എന്താ പറയുക ചേർന്ന് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ കാണാൻ, വെറുതെ വെക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഗോൾഡൻ സെറാമിക് ട്രേ അല്ലേ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മാറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഞാൻ ടേബിളൊക്കെ ആദ്യം നന്നായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു മാറ്റ് ഇട്ടാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ഡെയിലി തുടച്ചുകൊണ്ടിരിക്കണം. പൊടിയും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിടുമ്പം വലിയ പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു ദിവസം തുടച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ തുടക്കാൻ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല, പൊടിയും കാര്യങ്ങളൊന്നും ഇങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് എനിക്ക് പ്ലെയിനായിട്ട് കാണാൻ ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു എന്താ പറയുക ഇതെല്ലാം വെച്ചിട്ടാണ് ഇഷ്ടം. ഇത് മാറ്റും കാര്യങ്ങളൊക്കെ ഈ ഗോൾഡൻ മാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്കെല്ലാം കൊടുക്കാം. എൻ്റെ വീഡിയോയിലുള്ള ഐറ്റത്തിൻ്റെ ലിങ്കെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ഇപ്പോൾ ഈ വാങ്ങിയതിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതൊരു പരസ്യമായിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ ക്യാൻഡിലൊക്കെ ഒന്ന് നമുക്കവിടെ അതിലൊന്ന് കത്തിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാ
അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. ഞാനതിൽ തൊട്ട് നോക്കിയത് ക്യാൻഡിൽ കത്തുന്ന സമയത്തില്ലേ, തീ വരുന്ന സമയത്ത് ചിലതിങ്ങനെ നന്നായിട്ട് ചൂടാവും, അപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയതാണ് കേട്ടോ, കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് നോക്കി. അപ്പോൾ ചൂടാവുന്നൊന്നുമില്ല കേട്ടോ, അപ്പോൾ നല്ലതാണ്. നല്ല ഗ്ലാസ്സും ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം പറയട്ടെ, എങ്ങനെയുണ്ട്, നിങ്ങൾക്കും കൂടെ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് പറയണേ. ഈ ഒരു ടേബിളിൽ ഒരു ഡ്രൈ ഫ്ലവർ നമ്മൾ പോട്ട് പ്യൂരി വെച്ചാൽ ഈ ഒരു ഭാഗം നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. നമ്മൾ എസൻഷ്യൽ ഓയിൽ എൻ്റെ കയ്യിലുണ്ട്, അതും കൂടെ ആക്കി. ഇപ്പോൾ അതിലാക്കേണ്ട കാര്യമില്ല, കാര്യം അവർ ഷോപ്പിൽ നിന്ന് അവരാക്കിയിട്ടുണ്ടാവും. എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് 1-2 ഡ്രോപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. ഞാൻ വീടിൻ്റെ അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഡ്രൈ ഫ്ലവർ കൊണ്ടുവയ്ക്കുക. അതാ കിച്ചണിലുണ്ട്, ലിവിങ്ങിലുണ്ട്, ഇപ്പോൾ ഹാളിലുണ്ട്, എല്ലായിടത്തും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ ഓരോരോ ഏരിയയിലും. നമ്മൾ ബാഡ് സ്മെല്ലില്ലെങ്കിലും ആ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഓരോരോ ഏരിയയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വരാം. അപ്പോൾ ബിരിയാണി ഇതാ ദമ്മൊക്കെ കയറി നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ ഡീറ്റെയിൽ റെസിപ്പി ജംഷൻ റെസിപ്പീസ് പ്ലസ് ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി, അല്ല ബീഫ് ദം ബിരിയാണി, ഫിഷ് ദം ബിരിയാണി എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് റെസിപ്പി കിട്ടും കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് റെസിപ്പി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പി കൊടുക്കാമായിരുന്നല്ലോ എന്ന് തോന്നുന്നു വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്നേ ഉള്ളേ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫുള്ളായിട്ട് മിക്സ് ആക്കരുത് കേട്ടോ. നമ്മളെ ബിരിയാണി ഇങ്ങനെ മസാലയിൽ കുഴഞ്ഞ് കിടക്കരുത്. ബിരിയാണി അങ്ങനെയല്ല കേട്ടോ വേണ്ടത്. എന്താ പറയുക, നമ്മൾ ഈ റൈസ് മസാലേൻ്റെ തൊട്ട് മുകളിലുള്ള റൈസ് വരെ എടുത്തിട്ട്, എനിക്കിപ്പോൾ അതിൽ മിക്സാക്കാൻ സ്ഥലം ഉള്ളത് കൊണ്ടായിരുന്നു ആ ഒരു പോട്ടിൽ കുറഞ്ഞ റൈസല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് ആ ഒരു മസാലേൻ്റെ മുകളിൽ വരെയുള്ള ചോറ് എടുത്തിട്ട് ആ ചോറ് മാത്രം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ആ ഒരു സ്റ്റോക്കിലൊക്കെ നമ്മൾ ബീഫ് സ്റ്റോക്കിൽ നമ്മൾ റൈസ് വേവിച്ചത് കൊണ്ട് തന്നെ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് മിക്സ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് മസാല ആവശ്യത്തിന് ഇടുക, ആ റൈസും ഇങ്ങനെ അതിൽ പൊതിഞ്ഞ് വെക്കുക. അങ്ങനെയാണ് കേട്ടോ ബിരിയാണി നമ്മൾ സെർവ് ചെയ്യേണ്ടത്. നമ്മൾ വിളമ്പി ഓരോ പ്ലേറ്റിലേക്ക് എടുക്കേണ്ടത്. ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായത്, കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ നല്ല കിട്ടില്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചമ്മന്തിൻ്റെയും സാലഡിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബിരിയാണി എങ്ങനെയാണെന്നറിയാം, ബീഫെല്ലാം അത്യാവശ്യം നന്നായിട്ട് വേവണം കേട്ടോ. ബീഫ് വേവാണ്ടിരിക്കരുത്, അപ്പോൾ അതൊരു ഫോൾട്ടായിട്ട് പോകും കേട്ടോ നമ്മൾ ബിരിയാണിയിൽ. ഈ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഞാൻ റഫീഖും പറയായിരുന്നു കേട്ടോ, നമ്മൾ കഴിക്കുന്ന സമയത്ത് ബിരിയാണി കഴിച്ച് നമുക്ക് മതിയെന്ന് തോന്നുന്ന സമയത്ത്, നിർത്താം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചമ്മന്തിയും സാലഡും കഴിച്ച് കഴിഞ്ഞാലില്ലേ വീണ്ടും നമ്മൾ ബിരിയാണി ഇടും, പിന്നെയും കഴിക്കും, പിന്നെയും നമ്മൾ സാലഡും ഇതും കഴിക്കും, പിന്നെയും നമ്മൾ ബിരിയാണി ഇടും. ഇത് നിർത്തൂല. ഈ ഒരു എന്താ പറയുക പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ റഫീഖ് എണീറ്റ് പോവുകയാണ് ചെയ്തത് മതി എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ വെറുതെ തള്ളി മറിച്ചതല്ല കേട്ടോ, നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഫീൽ നിങ്ങൾക്ക് വരും കേട്ടോ. ഈ ഒരു ബിരിയാണി ഞാൻ ആക്കാത്തവരോടാണ് പറഞ്ഞത്, നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുത്താലല്ലേ നിങ്ങൾ ഭർത്താക്കന്മാരുടെ മുന്നിലൊക്കെ നിങ്ങൾ സ്റ്റാർ ആവുകയല്ലേ ചെയ്യട്ടോ, അതിനേക്കാൾ അപ്പുറത്തേക്കാവും. അടിപൊളിയായിട്ട് അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അധികം മസാല എന്നാൽ പാകത്തെ മസാല ഉണ്ട്, മസാല കുത്തൊന്നും ഇല്ലാത്ത കിടിലൻ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകല്ല കേട്ടോ. എല്ലാ കമൻറ്റിനും ഞാൻ പതുക്കെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വിഷു ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാരും വിഷു ഒക്കെ നല്ല അടിപൊളി ആയിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.